നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യമായിട്ട് മുത്തശ്ശിന്റെ വീട് കാണാൻ വരില്ലേ? കഴിക്കും മുത്തശ്ശി. ആ ഇരിക്കെ. കഴിക്കൂ മുത്തശ്ശി, കഴിക്കേ. ആ സ്ത്രീ പിന്നെയും വന്നു. അവള് അമ്മയും കൂട്ടി അമ്മൂനെ കാണാൻ വന്നിരിക്കുന്നേ. വരിരുത്തുന്ന എങ്ങനെ പറയും? പക്ഷേ പണക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് അമ്മൂനെ തിരിച്ചുകൊണ്ടുവരാൻ ആ മുത്തശ്ശി വഴി ചിലപ്പോൾ കഴിയും. അതുകൊണ്ട് നമ്മള് ദക്ഷയെ പിണക്കാൻ നിൽക്കണ്ട. ആ ലച്ചു, തച്ചിലെടുത്തുനിന്ന് ആരെങ്കിലും ലച്ചുവിനെ കാണാൻ വന്നിരുന്നോ? ആരും വന്നിട്ടില്ല. സഞ്ജുട്ടൻ കുഞ്ഞുട്ടേട്ടനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലച്ചു വിഷമിക്കൊന്നും വേണ്ട. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അന്വേഷിക്കാം. അല്ല, സഞ്ജുട്ടനായിട്ട് ദക്ഷമ്മയ്ക്ക് എന്താ പ്രശ്നം? അന്നിവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല. അത് സഞ്ജുവിന്റെ ബിസിനസിന്റെ കാൽഭാഗം സ്വത്തിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാ. അവരുടെ ബിസിനസ്സിൽ ലാഭം കണ്ട അത്രയും തുക ഞങ്ങൾ മുടക്കിയത്. ഇപ്പൊ ലാഭം പോയിട്ട് നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്തായിരുന്നോ? ഞങ്ങൾക്ക് ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. പിന്നെ ലച്ചു ഇങ്ങനെ പതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കാൻ പാടില്ല. ദേ, ഈ കുടുംബത്തിലെ ഗൃഹനാഥയാവേണ്ടവളാ നീ. ഇപ്പോഴേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ലച്ചു വെറുതെ അടുക്കളയിൽ വെച്ച് വിളമ്പി കഴിയാൻ പാടില്ല. ഇവിടെയുള്ള ഓരോരുത്തരും ഈ കാണുന്ന സ്വത്തുക്കൾ അടിച്ചെടുക്കാനാ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ദിനേശിനും ഭാര്യയ്ക്കും ഇവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ? സഞ്ജുവിന്റെ മുറപ്പെണ്ണ് ഇവിടെ കുടികിടക്കല്ലേ? അവരൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ആൾക്കാരല്ലേ. എനിക്കൊന്നിനും അവകാശമില്ല ദക്ഷമേ. ഒരുപാട് സ്വർണവും പണവും സ്ത്രീധനവും ഒക്കെ വാങ്ങി സഞ്ജുവേട്ടൻ വലിയൊരു കുടുംബത്തിലെ പെണ്ണിനെ കെട്ടേണ്ടതല്ലേ? ഞാൻ എന്റെ നില മറക്കാമോ? മോളുടെ നില എന്ന് പറയുന്നത് ഈ വീടിന്റെ മരുമകളും സഞ്ജുമോന്റെ ഭാര്യയും എന്നതാ. ജനിക്കുമ്പോ തന്നെ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. എവിടെ എങ്ങനെ ജനിച്ചാലും ഈശ്വരാനുഗ്രഹം ഉള്ളവർ അവർ അർഹിക്കുന്ന നിലയിലെത്തും. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മോൾക്ക് നല്ലൊരു ജീവിതം ദേവി തന്നു. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാ നോക്കേണ്ടത്. ലച്ചു ആദ്യം ഇവിടുന്ന് ഒഴിവാക്കി വിടേണ്ടത് ശ്രീകുട്ടിയെയാ. അയ്യോ, എന്തായി പറയുന്നത്? ഇന്നുവരെ അവൾ അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ നിന്നെ കാണിച്ചിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.